നമസ്കാരം. തമ്മിൽ പറ്റിച്ച് ജീവിക്കൽ പതിവാക്കിയ കുറച്ചുപേർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. മലയാളിയുടെ വിദേശ മോഹങ്ങളെ കരുവാക്കി തട്ടിപ്പ് നടത്തുന്നവരാണ് കൂടുതലും. ഇത്തരം തട്ടിപ്പുകളിൽ എത്ര മലയാളികൾ അകപ്പെട്ടാലും വീണ്ടും പഠിക്കാത്ത അവസ്ഥയാണ്. സമാനമായ തട്ടിപ്പുകൾ നിരന്തരം നടക്കുന്ന സാഹചര്യമാണ് സംജാതമാകുന്നത്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവരാണ് പതിവായി കെണിയിൽ വീഴുന്നതും. UK വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ വയനാട് സ്വദേശി അറസ്റ്റിലായിരിക്കുകയാണ്. കൽപ്പറ്റ സ്വദേശി ജോൺസൺ ആണ് അറസ്റ്റിലായത്. ഇൻഫ്ലുവൻസർ അന്ന ഗ്രേസും കേസിൽ പ്രതിയാണ്. തിരുവനന്തപുരം സ്വദേശിനി ആര്യ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. UK കൊണ്ടുപോകുന്നതിന് വിസ നൽകാമെന്ന് പറഞ്ഞ് 44 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ഇവർ. UK കെയർ ടേക്കർ വിസ ശരിയാക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് ദമ്പതികൾ പണം തട്ടിയത്. മുട്ടിൽ എടപ്പെട്ടി കിഴക്കേപ്പുരയ്ക്കൽ ജോൺസൺ സേവിയറാണ് അറസ്റ്റിലായിരിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടെ കോഴിക്കോട് വെച്ചാണ് കൽപ്പറ്റ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സേവിയറിന്റെ ഭാര്യയും കേസിൽ ഒന്നാം പ്രതിയുമായ അന്ന ഗ്രേസ് ഓസ്റ്റിനെ പിടികൂടാനായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ ഒളിവിലാണെന്നാണ് സൂചന. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ ഇവരാണ് വിസ വാഗ്ദാനങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. 2023 ഓഗസ്റ്റ് മുതൽ 2024 മെയ് വരെയുള്ള കാലയളവിലാണ് 44,71,675 രൂപ സേവിയറും ഭാര്യയും കൂടെ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിനിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമായി തട്ടിയെടുത്തത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പേജുകൾ വഴിയുള്ള പരസ്യം കണ്ടാണ് ഇവരുമായി യുവതി ബന്ധപ്പെടുന്നത്. ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് UK മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കി നൽകുമെന്നും കുടുംബത്തോടൊപ്പം അവിടെ താമസിക്കാമെന്നും വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ്. ഇവരുടെ മോഹന വാഗ്ദാനങ്ങൾ വിശ്വസിച്ച യുവതി പലപ്പോഴായി പണം നൽകുകയും ചെയ്തു. ഒടുവിൽ വിസ ലഭിക്കാത്ത അവസ്ഥ വന്നതോടെ ചോദ്യം ചെയ്തപ്പോൾ ഉടൻ വരുമെന്ന് വിശ്വസിപ്പിച്ചു. ഇത് ആവർത്തിച്ചപ്പോഴാണ് കബളിക്കപ്പെട്ടുവെന്ന വിവരം യുവതിക്ക് മനസ്സിലായത്. ഇതോടെയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. സമാനമായ തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുണ്ടെന്നും സൂചനകളുണ്ട്. സംസ്ഥാനത്തും വേറെയും ആളുകൾ ഇവരുടെ വലയിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം DYSP ഷൈജു PL മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ SHO ബിജു ആന്റണി, SI രാംകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരിജ, അരുൺ രാജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ദിലീപ്, ലിൻ രാജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേസിലെ ഒന്നാം പ്രതിയായ അന്ന ഗ്രേസ് ഓസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്.